നമ്മുടെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ് ഇത്രയും കാലം അറിയുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണ്? ഇതുവരെ നിങ്ങൾ മാർക്കറ്റിൽ കണ്ട പ്രോഗ്രാമുകളല്ല, അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ പ്രോഗ്രാം. സ്ട്രാറ്റജി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എല്ലാം ഇൻട്രൊഡക്ഷൻ എന്നോണം നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ആദ്യം തൊട്ട് ഞാൻ പറയാം, ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്പം റിസ്ക് എടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പരുവപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അത് അങ്ങനെ തന്നെ കാണണം എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ വി ഡിസർവ് ബെറ്റർ എമൗണ്ട് ഓഫ് മണി. അതായത് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്, നമ്മൾ അതുകൊണ്ട് തന്നെ എന്ത് നിർബന്ധിതമാണ്, നമ്മൾക്ക് മാസം കിട്ടുന്ന വരുമാനത്തിന്റെ 3-4 ഇരട്ടി നമുക്ക് കിട്ടാൻ നിർബന്ധിതമാണ് അത്. അങ്ങനെയല്ല ഒരു ട്രേഡിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു മുൻകൂർ ജാമ്യമാണ്. എവിടുന്ന് ഏത് സിസ്റ്റത്തിലാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ തിങ്. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ആക്ച്വലി അങ്ങനത്തെ കണ്ടീഷനാണ് ആളുകളെ ഫെയിൽ ആക്കുന്നത്. 1% റിസ്ക് എടുക്കുന്ന ക്യാപിറ്റലിന്റെ 1%, ക്യാപിറ്റലിന്റെ 2% റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് സേഫസ്റ്റ് ആയിട്ടുള്ള രീതി. സത്യം തന്നെയാണ്. അതിന്റെ 4% അല്ലെങ്കിൽ 2% ആണോ 1:2 ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ചെലവഴിക്കുന്നത് ആക്ച്വലി നഷ്ടമായിരിക്കും ചിലപ്പോൾ. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, പണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് തന്നെയാണ്. കോമ്പൗണ്ടിങ് ആണെന്ന് പലർക്കും അറിയാം. ഇത് എങ്ങനെ ചെയ്യണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം കോമ്പൗണ്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്ഗർ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആക്ച്വലി നമ്മുടെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ് ഇത്രയും കാലം അറിയുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണ്? മുൻകൂർ ജാമ്യമാണ്. അതായത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിൽ നമ്മുടെ സ്ട്രാറ്റജി പഠിച്ചിട്ട് നിങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിയല്ല. ഇങ്ങനെ 1% എടുക്കാൻ പാടുള്ളൂ, 2% എടുക്കാൻ പാടുള്ളൂ, കോമ്പൗണ്ടിങ് കണ്ടീഷനുകൾ ഉണ്ട്, അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെയുള്ള ചില മുൻകൂർ ജാമ്യങ്ങളും മുൻവിധികളോട് കൂടിയുള്ള തീരുമാനങ്ങളുമാണ് ആക്ച്വലി ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്ന ആളുകളെല്ലാം ഫെയിലാക്കുന്നത്. സോ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധിതമായിട്ട് നിങ്ങൾക്ക് $100 $1000 ആക്കാൻ പറ്റണം. അതങ്ങനെ പറ്റുന്നില്ല എങ്കിൽ, $100 $1000 ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ $1000 നിങ്ങൾ $10,000 ആക്കില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. അപ്പം ഇത് ബോധ്യപൂർവ്വമാണ് ഞങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം ബോധ്യപൂർവ്വമാണ് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് ഇതിനെ എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ളത് പറഞ്ഞു തരാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് 1 by 1 ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇനി എന്താണ് നമ്മുടെ നോ ലോസ് സ്ട്രാറ്റജി, എന്താണ് നമ്മുടെ പഠിപ്പിക്കുന്ന പ്ലാനുകൾ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു 3 പോയിന്റ് ആയിട്ട് ഇതിനെ പറയാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാക്കിംഗ് സിസ്റ്റം. അതായത് നമ്മൾ ഒരു മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കൂ. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു അവസ്ഥയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവസ്ഥ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു എക്സ്പെക്ടേഷനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒബ്വിയസ്ലി നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നത്, നമ്മളിലും ട്രേഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഒരു നിഫ്റ്റി കണ്ടീഷൻ അവർ അനലൈസ് ചെയ്യുന്നത്? അവർക്കെല്ലാവർക്കും ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. അതായത് ഇന്നലെ മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് മാർക്കറ്റ് ആ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെ എത്താൻ വേണ്ടി എത്ര FIIs ഡാറ്റ നോക്കിയിട്ട് എത്ര FIIs വന്നു, DIS വന്നു, അല്ലെങ്കിൽ അവരുടെ ഡാറ്റ എന്താണ്, OI ചാർട്ട് എന്താണ് പറയുന്നത്, ഇതെല്ലാം പറയുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കാൻ ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു കണ്ടീഷനിൽ നിന്നും മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. ആക്ച്വലി ഇത് തന്നെയാണ് നമ്മൾക്ക് ഫോറക്സ് മാർക്കറ്റിലും ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇവിടെ ട്രാക്ക് ചെയ്യുമ്പോൾ ഡാറ്റകൾ നോക്കിയോ അല്ലെങ്കിൽ കണ്ടീഷൻസ് നോക്കിയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിനെ, ഒരു ടൂളിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു.
അതാണ് ആദ്യത്തെ നമ്മുടെ സ്ട്രാറ്റജിയിലെ നട്ടെല്ല് എന്നോണം പറയാവുന്ന ഒരു പോയിന്റ്. വളരെ സ്വാഭാവികമായിട്ടുള്ള ചില കണ്ടീഷനുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കണ്ടീഷനുകളെ കീപ്പ് ഓൺ ട്രാക്കിംഗ്. ഇതാണ് ട്രാക്കിംഗ് സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഗുണം? സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സബ് കോൺഷ്യസ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപബോധ മനസ്സിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്നലെ മാർക്കറ്റ് ഇവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ സെല്ലിംഗ് ആയിരുന്നു എങ്കിൽ ഇന്ന് സെല്ലിങ്ങിന്റെ തോത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈയിങ് ഓപ്ഷൻ ആണോ, ബൈയിങ് സിറ്റുവേഷൻ ആണോ ഞാൻ നോക്കേണ്ടത് എന്ന പോലെയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിങ്ക്റ്റുകളാണ് ആക്ച്വലി നല്ല ട്രേഡുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നത്. അതായത് ചില കണ്ടീഷൻസ് നമ്മുടെ കൺഫർമേഷനൊക്കെ ഓപ്പോസിറ്റ് ആണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇന്നലെ സെല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് ഫെയിൽ ആകാൻ പോകുന്നു എന്ന് പോലെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഈ സബ് കോൺഷ്യസ്ലി കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് നിർബന്ധം എന്താണ്? മാർക്കറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടൂളുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രോസസ് അല്ല, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ്. സോ ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളെ സ്ട്രാറ്റജിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ ട്രാക്കിംഗ് കണ്ടീഷനെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ കാണുന്നതിനെയാണ് എക്സ്പെക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണോ മാർക്കറ്റിൽ കാണുന്നത് ആ കണ്ടീഷനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി. നോ ലോ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലിറ്ററലി നോ ലോ സ്ട്രാറ്റജി. കാരണം നമ്മൾ 2 ഹെഡ്ജിങ് പ്രോസസ്സുകൾ കൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഹെഡ്ജിങ് നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഒരു നോലോസ് കണ്ടീഷൻ ഉണ്ട്. ഓപ്ഷൻ സെല്ലിങ് പലപ്പോഴും നോലോസ് കണ്ടീഷനാണ്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ദുർലഭമായിട്ടുള്ള 99% വിന്നിങ് റേറ്റുള്ള ഒരു പ്രോഗ്രാമാണത്. സോ അതേപോലെ ഹെഡ്ജിങ് പ്രോസസ്സിലൂടെ ഇതും പോസിബിൾ ആണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കണമെന്നേ ഉള്ളൂ. ഓർഡറുകൾ എടുക്കുക, അല്ലെങ്കിൽ ഓർഡറുകൾ കണ്ടീഷനുകൾ മാറ്റുക എന്നുള്ളതേ ചെയ്യുന്നുള്ളൂ ഇവിടെയും. സോ ഈ 2 കമ്പൈൻഡ് പ്രോസസ്സ്, അതായത് ക്യാപ്പിംഗ് ക്യാപ്പ് ഔട്ടിംഗ് എന്ന് പറഞ്ഞ 2 പ്രോസസ്സുകളും ഈ സ്ട്രാറ്റജിയും കൂടിയാണ് നമുക്ക് നോ ലോസ് കണ്ടീഷനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ഫൈൻ, അതവിടെ നിൽക്കട്ടെ. സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു പോയിന്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫർമേഷനോട് കൂടി നമ്മൾ പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. അതിൻ്റെ ഫെയിലിംഗ് കണ്ടീഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാർക്കറ്റ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞുതരും. സോ സ്ട്രാറ്റജിക്കലി അതും ഓക്കെയാണ്. മൂന്നാമത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, ഫിസിക്കൽ ട്രേഡ് ബുക്ക്. എന്താണ് ഫിസിക്കൽ ട്രേഡ് ബുക്ക്? നിങ്ങളുടെ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ 1, 2, 3 എന്ന് നമ്പർ ഇട്ട് എഴുതിയിട്ട്, അതായത് ഉദാഹരണ സഹിതം ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിലെ ക്യാപിറ്റൽ $100 ആയിരിക്കണം. $100 ആണെങ്കിൽ ആദ്യത്തെ ട്രേഡിൽ നിങ്ങൾ എടുക്കേണ്ട റിസ്ക് എന്ന് പറയുന്നത് $25 ആണ്. 25% എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ് പോയിന്റ്. പണം റിസ്ക് എടുത്ത് ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അല്ല ചെയ്യേണ്ടത്. ഫൈൻ. അപ്പം നമ്മൾ എടുക്കുന്നത് 25% റിസ്ക് ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഇത്രയധികം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെങ്ങനെ പറയുന്നത്. സോ 25% ആണ് റിസ്ക് എടുക്കുന്നതെങ്കിൽ അതിന്റെ ലോസ് ആയാൽ എന്ത് ചെയ്യണം? ഇൻ കേസ് പ്രോഫിറ്റ് ആയാൽ എന്ത് ചെയ്യണം? ലോസ് ആയാലെന്ന് ഞാൻ ബോധപൂർവ്വം പറഞ്ഞാണ്. ക്യാപ്പിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചും ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചും ട്രേഡ് ചെയ്യാം. രണ്ടിനെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, രണ്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പണം ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു ഷുഡ് ഓപ്പൺ നെക്സ്റ്റ് എൻവലപ്പ്. അതായത് ഒരു 2-3 എൻവലപ്പുകൾ ഉണ്ട് അതിൽ, ആ ബുക്കിൽ. സോ എൻ്റെ പണം ലോസ് ആയി കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു മണി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് പോകും. അതെല്ലാം വളരെ കൃത്യമായി നമ്മൾ 1, 2, 3 മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ബുക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രേഡ് ബുക്ക് ആക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അവിടെ നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആവും. നിങ്ങൾക്കറിയാം ഇന്ന ലോസ് വന്നു കഴിഞ്ഞാലും ഐ ക്യാൻ മാനേജ്. കാരണം അടുത്ത ഓപ്ഷൻ എവിടെയുണ്ട്? 2 ഗ്രീഡിനെസ് കണ്ടീഷൻ ഇല്ല. അധികം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം $100 നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് $1000 കൊണ്ടുപോകുന്ന പ്രോഗ്രാം ആണ് ആക്ച്വലി ആ ഫിസിക്കൽ ട്രേഡിംഗ്. സോ ഈ 3 പ്രോഗ്രാമുകളും ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സിസ്റ്റമാണിത്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ സ്ട്രാറ്റജി അത്രയും സിമ്പിളാണ്, ഞാനത് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആവും എന്നുള്ളത് കൊണ്ട്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്, വളരെ എഫിഷ്യൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളിതിൽ യാതൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല. നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട്, അതിനൊത്ത പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്താനും ഞങ്ങൾക്ക് വളരെ സിമ്പിളാണ്. കാരണം ഇതെല്ലാം സ്റ്റാക്കഡ് ആണ്, പ്രോഗ്രാമുകളെല്ലാം വ്യക്തമായി സ്റ്റാക്കഡ് ആണ്.
എവിടെയാണ് നിങ്ങൾക്ക് ലൂസ് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കണ്ടീഷൻ, എന്താണ് നിങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി എന്നുള്ളത് വരെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിനെ അസൈൻ ചെയ്ത് തരുന്നത്. സോ ഇതുവരെ നിങ്ങൾ മാർക്കറ്റിൽ കണ്ട പ്രോഗ്രാമുകളല്ല, അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ പ്രോഗ്രാം. സ്ട്രാറ്റജി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എല്ലാം കംപ്ലീറ്റ്ലി ഇറ്റ്സ് എ ന്യൂ തിങ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതൊരു മാജിക്കൽ ടെക്നിക്ക് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസുകളെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ രീതി എന്ന് പറയുന്നത്, നമ്മൾ ഇതെല്ലാം പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15-20 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ എടുക്കുന്ന ലൈവ് ട്രേഡുകൾ ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്താണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ഇമോഷണൽ കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രോഫിറ്റ് ആക്കിയത്, അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണെന്നുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും. ആക്ച്വലി അതാണ് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അല്ലാതെ ഈ പറഞ്ഞ തിയറികളും കാര്യങ്ങളും ഒന്നുമല്ല. സോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ നൂതനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ജോയിൻ ചെയ്യാനാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജീനെ നമ്മൾ ആകെ മൊത്തം പറയാനുള്ള പോയിന്റ്.